നിങ്ങൾക്ക് ഗാൽ സ്റ്റോൺ ഉണ്ടോ? അതായത് ഗാൽ ബ്ലാഡറിൽ സ്റ്റോൺ, പിത്താശയത്തിൽ കല്ലുള്ളവരാണോ? എന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഡയറ്ററി റെസ്ട്രിക്ഷൻസ് പറയാം. നിങ്ങൾ ഷുഗറി ഫുഡ്സ് ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ ഷുഗറി ഫുഡ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ആൽക്കഹോളോ സ്മോക്കിങ്ങോ ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അത് മസ്റ്റായിട്ട് ക്വിറ്റ് ചെയ്യണം. ഒരുപാട് ഡയറി പ്രൊഡക്ട്സ്, അതായത് പാല് ഒരു 5-6 തവണ ചായ അല്ലെങ്കിൽ 3-4 ടൈംസ് കുടിക്കുന്നവരാണ്, അത് ക്വിറ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ അതൊരു ലിമിറ്റ് ചെയ്തൊരു 1 ടൈം കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഇനി ഫാറ്റ് ഒരുപാട് കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് ഓയിലി ഫുഡ്, ജങ്ക് ഫുഡ്, അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. അത് മാക്സിമം കുറയ്ക്കാൻ ട്രൈ ചെയ്യണം. കാരണം നമ്മൾ ഫാറ്റ് ഫുഡ് അല്ലെങ്കിൽ ഒരുപാട് ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബയൽ അത്യാവശ്യമാണ്. ബയൽ റിലീസ് ചെയ്യുന്നത് ഗ്ലാൽ ബ്ലാഡറിൽ നിന്നാണ്. അപ്പോൾ ഇത് ഫാറ്റി ഫുഡ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ബയൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാൽ ബ്ലാഡറിൽ വീണ്ടും കോൺട്രാക്ഷൻ നടക്കും. ഈ കോൺട്രാക്ഷൻ സമയത്ത് ഗ്ലാൽ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ സ്റ്റോൺ ഇഞ്ചെക്റ്റ് ചെയ്യാനും അതൊരു പക്ഷേ ഗ്ലാൽ ബ്ലാഡർ നെക്കിൽ പോയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കാനും ചാൻസസ് ഹയർ ആണ്. സോ അതുകൊണ്ടാണ് ഗ്ലാൽ ബ്ലാഡർ പേഷ്യൻസിനോട് ഫാറ്റി ഫുഡും ഓയിലി ഫുഡും ജങ്ക് ഫുഡും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് റെഡ് മീറ്റ് കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. മന്ത്ലി വൺസ് കൂടുതൽ നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കുന്നത് ശീലം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഈ ഗ്ലാൽ ബ്ലാഡർ സ്റ്റോൺ ഉള്ളവർ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഫുഡുകളിൽ ഒന്നതാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അതോടൊപ്പം തന്നെ റിഫൈൻഡ് അല്ലാത്ത കാർബ്സ്, തവിട് കളയാത്ത അരി, അതുപോലെ തന്നെ ധാന്യങ്ങളായാലും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഉച്ചയ്ക്ക് റൈസ് കഴിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും തവിട് കളയാത്ത അരി, തവിടോട് കൂടിയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക.